ഓണക്കാലം ഓണക്കളികളുടേത് കൂടിയാണ്. ദേശങ്ങൾക്കനുസരിച്ച് കളികളിലും ഒരുക്കങ്ങളിലും രീതികളിലുമെല്ലാം മാറ്റമുണ്ടാകും. ഇന്നത്തെ തലമുറ പഴയ ഓണക്കളികളെല്ലാം മറന്ന മട്ടാണ്. എന്നാൽ പരമ്പരാഗതമായ രീതിയിൽ പന്തളം കുരമ്പാലയിലെ പുതിയ തലമുറ ഇപ്പോഴും ഓണം ആഘോഷിക്കുകയാണ്. അവരുടെ ഓണക്കളികളൊന്ന് പരിചയപ്പെടാം. ഓണക്കാലം എത്തിയതോടെ പന്തളം കുരമ്പാലയിൽ ഓണക്കടുവകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓണക്കടുവയെ പിടിക്കാനായി വേട്ടക്കാരനുമുണ്ട്. പന്തളത്തെ പുതിയ തലമുറയാണ് ഈ പരമ്പരാഗത രീതികളെല്ലാം തന്നെ ഇപ്പോഴും തുടർന്നു പോകുന്നത്. വാഴക്കച്ച വെച്ചാണ് അവരത് ഒരുങ്ങിയിട്ടുള്ളത്. മണിക്കൂറുകളെടുത്താണ് പരിശ്രമിച്ചാണ് അവർ ഈ വേഷമൊക്കെ കെട്ടുന്നത്. എങ്ങനെയുണ്ട് കളികളൊക്കെ? എങ്ങനെയുണ്ട്? ഓണമായതുകൊണ്ട് നമ്മളെല്ലാ വീട്ടിലും ഇതേപോലെ പോകാറുണ്ട്. ആളുകൾ ചിലർക്ക് സന്തോഷമുണ്ട്, ചിലർ വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് കടുവേ? പിന്നെ ഓണമൊക്കെ പവറായി, പുലിക്കളിയൊക്കെ ആയി, നല്ല സന്തോഷമുണ്ട്. ഒരുപാട് സമയം ഒരുങ്ങുന്നത്? ആണാണ്, നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഓണമായിട്ട് ഇത് തന്നെയാണ് പരിപാടി? ആണാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ട്. അതായത് ഓണത്തോട് നമ്മൾ ഒരു ഓണം വൈബാക്കി മാറ്റുകയാണ് നമ്മളിത്. ഇപ്പം ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ വീതിച്ചു കൊടുത്ത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് നമുക്ക് ഓണം ഒരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഓണമാക്കാൻ നമ്മൾ ശ്രമിക്കുക നോക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന് ഒരുങ്ങാനായിട്ട്? വാഴക്കച്ച മാത്രമാണോ? നമ്മൾ വാഴക്കച്ച മാത്രമല്ല, ചാണം ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പരമ്പരാഗത രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം വാഴക്കച്ച വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ചണക്കയർ വെച്ച് കെട്ടി വെക്കുവാണ്. അങ്ങനെ ഉണ്ട്. മാസ്ക് മാത്രമേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പണ്ട് എൻ്റെയൊക്കെ കൊച്ചിലിൽ ഇഷ്ടം പോലെ കടുവകളി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ അങ്ങനെ കാണാറില്ല, കുറവാണ്. ഇപ്പം ബാക്കി എല്ലാവരും മറ്റേ കോസ്റ്റ്യൂം വെച്ച് കഴിയുവാണെങ്കിൽ നമ്മൾ വാഴക്കച്ച പോലത്തെ നാച്ചുറൽ ഐറ്റം വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണമായിട്ടും പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ പിള്ളേരെല്ലാം ഫോൺ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പം നമ്മളിവിടെ ഇറങ്ങുവാണെങ്കിൽ നമ്മളെല്ലാവരും കൊട്ടി മേളം തുള്ളലൊക്കെ ആയിട്ട് പോകുമ്പം ഇവർ ഫോൺ നോക്കുന്നതേ ഇല്ല. അപ്പോൾ ഇവരുടെ വീട്ടുകാരും പറയുന്നുണ്ട്, അതായത് ഇവരിപ്പോൾ മക്കളെ നിങ്ങളുടെ കൂടെ പോയിട്ട് ഇപ്പോൾ ഫോൺ നോക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഫോൺ നോട്ടം അല്ലെ സോഷ്യൽ മീഡിയ ഉപയോഗം നമുക്ക് കുറയ്ക്കാനും കൂടി പറ്റുന്നുണ്ട്. വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല റെസ്പോണ്ടാണ് എല്ലാവരും നിന്ന്, നമുക്ക് നല്ല പ്രചോദനം നൽകുന്നുണ്ട് എല്ലാവരും. സാധാരണ കടുവപ്പുല്ലായിരുന്നു ഇതിന് ഉപയോഗിക്കാറുള്ളത് മുൻപൊക്കെ. പക്ഷെ ഇപ്പൊ ഈ കടുവപ്പുല്ലൊന്നും അങ്ങനെ കാണാനില്ല. അതുകൊണ്ടാണ് അവർ വാഴക്കച്ച ഉപയോഗിച്ചുകൊണ്ട് കടുവയായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. വേട്ടക്കാരനുണ്ട്. വേട്ടക്കാരൻ കടുവയെ വെടിവെക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കടുവയെ വെടിവെച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നില്ലയോ? പാടായിരുന്നു. എങ്ങനെയുണ്ട് കടുവ? എങ്ങനെയുണ്ട്? കടുവ ഉന്നം കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. കുറെ സമയം എടുത്തു. എടുത്തു. ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണം കൊള്ളാം. അതിൻ്റെ കൂടെ തന്നെ നമ്മള് മറക്കാനുള്ള കളികളൊക്കെ ഉണ്ടല്ലേ? ആരും ഇങ്ങനൊന്നും ഇല്ല. ഇല്ലില്ല. അതാണ് ഇപ്പോ ഓണക്കളികൾ അങ്ങനെ പുറത്തിറങ്ങി ആരും കാര്യമായി നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ കുട്ടികൾ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിക്കിടക്കാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെയുള്ള പഴയ ഓണക്കളികൾ വീണ്ടും കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവരുടെയും ആവശ്യം. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.